തിരുവനന്തപുരത്ത് നിന്നാണ് മുഖ്യമന്ത്രി സംസാരിച്ചത്. ഇപ്പോൾ പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്ക് പോകുന്നു. കളമശ്ശേരി സ്ഫോടനവുമായി ബന്ധപ്പെട്ട് പ്രതി ഡൊമിനിക് മാർട്ടിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നു. വിശദാംശങ്ങൾ നൽകാൻ അശ്വതി ചേരുന്നുണ്ട്. അശ്വതി, മാർട്ടിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നു. നീണ്ട ചോദ്യം ചെയ്യലിനോട് അറസ്റ്റ് നിലവിൽ രേഖപ്പെടുത്തിയിരിക്കുകയാണ്. UAPA വകുപ്പുകൾ അടക്കമാണ് ചുമത്തിയിരിക്കുന്നത്. കൊലപാതകം, വധശ്രമം, സ്ഫോടക വസ്തുക്കളുടെ കൈകാര്യം ചെയ്യൽ തുടങ്ങിയ കുറ്റകൃത്യങ്ങളാണ് ഡൊമിനിക് മാർട്ടിനെതിരെ ചുമത്തിയിരിക്കുന്നത്. ഇവയുടെ പശ്ചാത്തലത്തിലാണ് ഡൊമിനിക് മാർട്ടിന്റെ അറസ്റ്റ് ഇപ്പോൾ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇന്നോ അല്ലെങ്കിൽ നാളെയോ മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കാനുള്ള സാധ്യതകളാണ് കാണുന്നത്. എന്തായാലും ഇയാൾ ഈ കൃത്യത്തിൽ പങ്കാളിയാണ്, അല്ലെങ്കിൽ ഈ കൃത്യം ചെയ്തു എന്നതിൽ നേരത്തെ ഒരു സംശയം പോലീസിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിരുന്നു. കാരണം ഇയാൾ തന്നെ നേരിട്ട് പോലീസിൽ അറിയിക്കുകയായിരുന്നു. ഇത്തരത്തിൽ താനാണ് ഈ കുറ്റകൃത്യം ചെയ്തത് എന്നൊരു അവകാശവാദമാണ് ഇയാൾ ഉന്നയിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ മറ്റ് തെളിവുകൾ കൂടി കിട്ടിയതിനു ശേഷം മാത്രം ഇയാളുടെ അറസ്റ്റ് രേഖപ്പെടുത്താം എന്നൊരു തീരുമാനത്തിലായിരുന്നു പോലീസ് എത്തിയിരുന്നത്. പോലീസിന്റെയും അതുപോലെ തന്നെ ദേശീയ അന്വേഷണ ഏജൻസികളുടെയും ഒക്കെ തന്നെയുള്ള ഒരു അന്വേഷണത്തിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഡൊമിനിക് മാർട്ടിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇതോടുകൂടി ഈ വിഷയത്തിൽ കൂടുതൽ ആളുകൾക്ക് എന്തെങ്കിലും പങ്കുണ്ടോ തുടങ്ങിയ അന്വേഷണം കൂടി ഇതിന് സമാന്തരമായി നടക്കുന്നുണ്ട്. അതുകൂടി കണ്ടെത്തിയാൽ മാത്രമേ ഈ കേസിന്റെ പൂർണ്ണമായ ഒരു ചിത്രം മനസ്സിലാവുകയുള്ളൂ. എന്തായാലും നിലവിൽ 3 പേരാണ് ഈ സ്ഫോടനവുമായി ബന്ധപ്പെട്ട് മരണപ്പെട്ടിരിക്കുന്നത്. ശ്രുതി, അശ്വതി, ഈ അറസ്റ്റിന് ശേഷം ഇയാളെ കോടതിയിൽ ഹാജരാക്കുമോ? മറ്റ് നടപടിക്രമങ്ങളൊക്കെ എങ്ങനെയായിരിക്കും? ഇനി മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കുക എന്നതാണ് അടുത്ത നടപടിക്രമം. അതായത് 24 മണിക്കൂർ സമയത്തിനുള്ളിൽ മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കണം. ഇത് UAPA ചുമത്തിയിരിക്കുന്ന കേസ് ആയതുകൊണ്ട് തന്നെ അതായത് ജാമ്യം അടക്കമുള്ള കാര്യങ്ങൾക്ക് ഉണ്ടാകാനുള്ള സാധ്യതയില്ല. എന്തായാലും മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കുക, തെളിവുകൾ എല്ലാം മജിസ്ട്രേറ്റിന് മുന്നിൽ, അതായത് ഇതുവരെ ശേഖരിച്ചിട്ടുള്ള CCTV ദൃശ്യങ്ങളുണ്ട്, ഒപ്പം തന്നെ ഇയാളിൽ നിന്ന് കണ്ടെടുത്തിട്ടുള്ള കാര്യങ്ങളൊക്കെയുണ്ട്, സാക്ഷിമൊഴികളുണ്ട്. ഇതിന്റെയൊക്കെ അടിസ്ഥാനത്തിൽ ആ ഒരു വിവരങ്ങൾ, ഒരു റിപ്പോർട്ട് കോടതിക്ക് മുന്നിൽ ഹാജരാക്കുക, മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കുക എന്നതാണ് അടുത്ത നടപടി. 24 മണിക്കൂറാണ് സമയമുള്ളത്. പക്ഷേ ഇന്ന് തന്നെ മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കാനുള്ള ഒരു സാധ്യതയും നിലനിൽക്കുന്നുണ്ട്. ശ്രുതി, വ്യക്തമാണ്. കളമശ്ശേരി ബോംബ് സ്ഫോടനത്തിൽ ഡൊമിനിക് മാർട്ടിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നു. UAPA ചുമത്തിയാണ് ഇപ്പോൾ അറസ്റ്റ് രേഖപ്പെടുത്തിയത്. കൊലപാതക ശ്രമം, വധശ്രമം തുടങ്ങിയ വകുപ്പുകളാണ് ഇയാൾക്കെതിരെ ചുമത്തിയിരിക്കുന്നത്. ഇന്ന് കോടതിയിൽ ഹാജരാക്കാനുള്ള സാധ്യതയുമുണ്ട്. വിശദാംശങ്ങളാണ് കൊച്ചിയിൽ നിന്നും അശ്വതി നൽകി.